അങ്ങനെ നന്ദു ആകെ സങ്കടത്തിലാണ്. നന്ദു പറയുന്നുണ്ട്, അമ്മയും അച്ഛനും കൂടെ എന്നെ അന്ന് അത്രയും ചൂട് പിടിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അവനോട് അത്രയും മോശമായിട്ട് സംസാരിച്ചത്. ഇതിപ്പോൾ ഇതുവരെ അവൻ എവിടെ പോയി എന്നുള്ളതിന് ഒരു വിവരവുമില്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കുറ്റബോധം ജീവിതകാലം മൊത്തം എന്നെ പിന്തുടരും. ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. അതൊന്നും എനിക്കൊട്ടും സഹിക്കാനും പറ്റുകയില്ല. ഇപ്പോൾ ഞാൻ കാരണം അനന്തപുരി വീട് ഒരു മരണ വീട് പോലായി കാണും. അവിടെ എല്ലാവർക്കും വിഷമമായി കാണും എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുന്ന സമയത്താണ് നന്ദുവിനൊരു ഫോൺ കോൾ വരുന്നത്. കോൾ എടുക്കുമ്പോൾ നന്ദുവിന് എന്നോട് മനസ്സിലാവുന്നുണ്ട് അനി എവിടെയാണെന്നുള്ളതിൻ്റെ എന്തോ സൂചന കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ നന്ദു ഫോൺ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദനോടും കനകയോടും നന്ദു പറയുന്നുണ്ട് അവൻ എവിടെയാണെന്നുള്ളതിനൊരു സൂചന കിട്ടിയിട്ടുണ്ട്, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ കനകയ്ക്കും ആകെ വിഷമാവുന്നുണ്ട്. കനക പറയുന്നുണ്ട് ആ പയ്യനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അവനെന്തെങ്കിലും സംഭവിച്ചാൽ മരിക്കുന്നവരെ നമുക്കത് സമാധാനം തരികയില്ല. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് നീ അത്രയും ദേഷ്യപ്പെട്ടപ്പോൾ അവൻ്റെ ദേഷ്യം മൊത്തവും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് അനി വന്നപ്പോൾ അനിയോട് അവൾ അത്ര മോശമായിട്ട് പെരുമാറിയത്. പിന്നെ കുടുംബ ബന്ധത്തിനൊക്കെ പ്രാധാന്യം നൽകുന്നൊരു പയ്യനായതുകൊണ്ട് അവൻ ആവശ്യമില്ലാത്തൊന്നും ചെയ്യില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ കനകയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനിയെ കണ്ടെത്താനായിട്ട് നന്ദു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നന്ദു അനിയെ അന്വേഷിച്ച് പോകുന്നത് നമ്മുടെ വേണു വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. വേണു അപ്പം തന്നെ നന്ദുവിൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. ഇവളെവിടെ പോകണമെന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞാണ് നന്ദുവിൻ്റെ പിന്നാലെ വേണു വെച്ച് പിടിപ്പിക്കുന്നത്. ഈ സമയത്ത് അനന്തപുരിയിൽ ജലജ വന്ന് അബിയുടെ നവ്യയുടെ റൂമിൻ്റെ ഡോറ് തട്ടുന്നുണ്ട്. ഈ സമയത്ത് ആദ്യം ഉണ്ടായിരുന്നത് നവ്യയാണ്. നവ്യയോട് നബിയോട് പറയുന്നുണ്ട് അബി ആരോ ഡോറിൽ തട്ടുന്നുണ്ട്, നീ എഴുന്നേറ്റ് നോക്കിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അബി എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ ജലജയാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട് അമ്മയാണോ, അമ്മയ്ക്ക് എന്തേ ഈ പാതിരാത്രിയിൽ ഞങ്ങളുടെ ഉറക്കം കളയാനായിട്ട്? അപ്പം ജലജ പറയുന്നുണ്ട് എടാ നീ അറിഞ്ഞു നമ്മുടെ അനിയെ കാണാനില്ലെന്ന്. ഇന്ന് വൈകിട്ട് തൊട്ട് അവനെ കാണുന്നില്ല അത്ര. എല്ലാവരും ഫോൺ വിളിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ്, ആർക്കും ഒരു സമാധാനവും ഇല്ല. അപ്പോൾ അബി പറയാണ് വേറെ എവിടെ പോകാനാ, അവൻ മിക്കവാറും നന്ദുവിൻ്റെ കൂട്ടത്തിൽ കാണും. ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് പിന്നെ നന്ദുവിൻ്റെ കൂടെ കാണും എന്ന് പറഞ്ഞാൽ നന്ദു അവൻ്റെ പുറകെ നടക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, അവൻ്റെ പോക്കത്ര ശരിയൊന്നുമല്ല. കല്യാണം കഴിഞ്ഞ് ഒരുത്തനാ, ആ പെൺകുട്ടിയുടെ ഉള്ളപ്പോഴാണ് അവൻ ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത് എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട് നന്ദു അവൻ്റെ പുറകെ നടക്കുന്നൊന്നുമില്ല, അവനാണ് അവളുടെ പുറകെ നടക്കുന്നത്. അതിനിപ്പം നന്ദു എന്ത് ചെയ്യാനാ? അപ്പം ജലജ പറയും പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നന്ദുവിന് വല്ല മനം പുരട്ടലോ വല്ലതും ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് എൻ്റെ നന്ദുവിന് കാക്കാൻ അവക്കറിയാം, അവൾ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജലജ പറയുന്നുണ്ട് ഇവിടെ ഒരു പുണ്യാളനുണ്ടല്ലോ ആദർശ്, അവൻ്റെ അതേ പാതയിലാണിപ്പോൾ അനിയും, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അഭി പറയുന്നുണ്ട് അമ്മ പറഞ്ഞതിനെ നീ അത്ര നിസ്സാരമായിട്ട് കാണുമൊന്നും വേണ്ട. അനന്തുവിന് നല്ല മരക്കെട്ടിയൊക്കെ ഉണ്ട്, കാര്യം ശരിയാ. എന്നാൽ അനിയുടെ മുമ്പിൽ അവൾ വെറും പൂച്ചയാ. ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ദേഷ്യം വന്ന് നവ്യ വഴക്കുണ്ടാക്കാൻ ചെല്ലുവാണ്. അപ്പം ജലജ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുകൂടെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ നീ എൻ്റെ കൂടെ ഒന്ന് വാ നവ്യേ. നവ്യ എഴുന്നേറ്റ് ജലജയുടെ കൂടെ ചെല്ലുന്നുണ്ട്. ഈ സമയം അനാമിക കാമുകരുമായിട്ട് ഫോൺ വിളിക്കുകയാണ്. അവൾ പറയുന്നുണ്ട് അനി ഇതുവരെ എത്തിയിട്ടില്ല, എവിടെയെങ്കിലും പോയി ചാവുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പിന്നെ അനിയുടെ വിധവ എന്നും പറഞ്ഞ് എനിക്കിവിടെ നിൽക്കാമല്ലോ. അപ്പോൾ എനിക്കുള്ള കോമ്പൻസേഷൻ തന്നല്ലേ എന്നെ അവർക്ക് വിടാൻ പറ്റുള്ളൂ. അതുമല്ല ഇവിടുത്തെ കാരണവർ പറയുക ചെറുപ്രായമല്ലേ, അതുകൊണ്ട് വേറെ ഒരു വിവാഹം കഴിപ്പിച്ച് വിടാമെന്ന് ചിന്തിക്കുകയും കൂടാണെങ്കിൽ നമ്മുടെ റൂട്ട് കറക്റ്റായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജയും നവ്യയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജ ചോദിക്കുന്നുണ്ട് എന്തായി മോളെ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല അപ്പച്ചി, ഞാനവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കുമായിരുന്നു എന്ന് വല്ലാത്ത വിഷമത്തോടെ അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ജലജ പറയുന്നുണ്ട് മിക്കവാറും അവൻ ആ നന്ദുവിൻ്റെ ഇരിക്കെ കാണും, എപ്പോഴും അവളുടെ പുറകെ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനാമികൻ പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ സംശയം, അവൻ മിക്കവാറും അവളുടെ കൂടെ തന്നെയായിരിക്കും. ഇവിടെയുള്ളവർ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നവ്യ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നുണ്ട് എൻ്റെ അനിയത്തി അങ്ങനെയൊന്നും ചെയ്യില്ല, അവന് ഇന്ന് വലിയ നിരാശയിലായിരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് കാണുമോയെന്ന് പോലും അറിയില്ല
അവൻ്റെ ജീവിതം ഇങ്ങനായി പോയല്ലോ എന്നോർത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും നന്ദുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി അങ്ങനെ ഒരു ഒത്തിയല്ല, അവൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളൊരു ബോധ്യം അവൾക്ക് നന്നായുണ്ട്. അവൾ ഒരിക്കലും അനിയുടെ പുറകെ പോകാറുമില്ല. അവൻ അങ്ങോട്ട് ചെല്ലുന്നതിന് അവളിപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ നവ്യ പറയും. അപ്പം അനാമിക പറയുന്നുണ്ട്, അല്ലെങ്കിലും ചേച്ചിമാരെല്ലാം അനിയത്തിയുടെ ഭാഗത്തല്ലേ നിൽക്കുള്ളൂ, പിന്നെ ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ദേഷ്യം വന്നിട്ട് നവ്യ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പം ജലജ പറയും, മോള് പറഞ്ഞു തന്നെയാണ് ശരി, മിക്കവാറും അവൻ അവളുടെ കൂടെ തന്നെ കാണും. ഈ പോക്ക് പോയാൽ രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും താമസിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. മോള് സൂക്ഷിച്ചില്ലെങ്കിൽ മോൾക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം ജലജ മനസ്സിൽ ചിന്തിക്കുന്നത്, അവൻ എതിലേ പോയാലും എനിക്ക് കുഴപ്പമില്ല, ഇനി അവൻ ചത്താലും എനിക്ക് പ്രശ്നമില്ല എന്നാണ്. പിന്നീട് നയനയും നവ്യയും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നവ്യ പറയുന്നുണ്ട്, ചേട്ടനെ പോലെ തന്നെയായല്ലോ അനിയനും, ഈ കുടുംബത്തിൻ്റെ സൽപ്പേരും മാനവും കളയാൻ വേണ്ടിയിട്ടാണല്ലോ രണ്ടുപേരും പെരുമാറുന്നത് എന്നൊക്കെ പറയുകയാണ്. എന്നൊക്കെ പറയുമ്പം നയനയ്ക്ക് സ്വാഭാവികമായിട്ടും നല്ല ദേഷ്യം വരും. അതെ, ആദർശേട്ടനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലത് വിളിച്ച് പറയും എന്നൊക്കെ പറയുകയാണ് നയന. അന്നേരം നവ്യ, എന്താ പറയുന്നതിനുള്ളതെന്ന് വെച്ചാൽ പറ, നിങ്ങൾ തുറന്ന് പറ, അല്ലാതെ നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ബാക്കിയുള്ളവരറിയുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അത് കേട്ടോണ്ടാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശ് പറയുന്നുണ്ട്, അനിയെ കാണാത്ത വിഷമത്തിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല, ഇവിടെ ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇവിടെയുള്ള ബാക്കി ആരുടെയും കാര്യം നീ അന്വേഷിക്കേണ്ട, ആ പാവം മുത്തശ്ശൻ ക്യാൻസർ പിടിച്ചിരിക്കുന്നതാണ്, അദ്ദേഹത്തിനെ ഓർത്തെങ്കിലും നീ ഒന്ന് അടങ്ങ്. അന്നേരം നവ്യ പറയും, ആ മുത്തശ്ശൻ്റെ കാര്യം ഓർക്കാത്തതാരാ? ആദർശേട്ടനല്ലേ? ആദർശേട്ടൻ തന്നെയല്ലേ ഈ കുടുംബത്തിൻ്റെ സൽപ്പേര് കളഞ്ഞത്? അന്നേരം നവ്യ തിരിച്ചു ചോദിക്കും, ആ മുത്തശ്ശൻ്റെ കാര്യം ഓർക്കാത്തതാരാ? ആദർശേട്ടനല്ലേ? ആദർശേട്ടനല്ലേ ഈ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞത്? അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ആ മുത്തശ്ശൻ ആദർശേട്ടനെ വെറുത്തോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, പലതും എനിക്ക് പറയേണ്ടി വരും, എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുതെന്ന്. അന്നേരം നവ്യ പറയും, ആ മുത്തശ്ശൻ ആദർശേട്ടനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം കൊച്ചുമോനായതുകൊണ്ട് മാത്രമാണ്. ആ കൊച്ചുമോനോട് മറ്റുള്ളവരെക്കാട്ടിൽ സ്നേഹം ഉള്ളതുകൊണ്ടുമാണ്, അല്ലാതെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്യാത്തത് കൊണ്ടല്ല. അന്നേരം ആദർശ് പറയും, ഇനി ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ വിളിച്ചു പറയും, അത് പറയാതിരിക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്നും പോകുന്നുണ്ട്. വാ നയനെ എന്ന് പറഞ്ഞ് നയനയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം നവ്യ മനസ്സിലോർക്കുകയാണ്, പിന്നെ ആദർശം പറഞ്ഞ് വന്നേക്കുന്നു, ആകപ്പാടെ ആ പേരിൽ മാത്രമേ ഉള്ളൂ ആദർശം, എന്നിട്ടാ എന്നെ പഠിപ്പിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് തുള്ളിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നവ്യ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ തന്നെയാണ്. നന്ദു ഇങ്ങനെ അനിയെ അന്വേഷിച്ച് പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ ആൽത്തറയിൽ അനിയെ കിടക്കുന്നതായിട്ട് നന്ദു കാണുന്നുണ്ട്. അങ്ങനെ നന്ദു അവിടെ വണ്ടി നിർത്തിയിട്ട് വന്ന് അനിയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഡാ അനി, നീ എഴുന്നേറ്റ്, നീ എന്തായി കാണിക്കുന്നേ? എല്ലാവരെയും വിഷമിപ്പിച്ച് ഫോൺ ഓഫ് ചെയ്ത് നീ എന്താ ഇവിടെ വന്ന് കിടക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദുവിനെ ഫോളോ ചെയ്ത് വന്ന വേണു ഇതൊക്കെ കാണുന്നുണ്ട്. വേണു ഇവർ രണ്ടുപേരോട് സംസാരിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. രണ്ടുപേരോട് പ്രേമിച്ച് നിൽക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞാണ് വേണു വീഡിയോ എടുക്കുന്നത്. ഈ സമയത്ത് നന്ദു അനിയുടെ ഇരിപ്പൊക്കെ കണ്ട് ചോദിക്കുന്നുണ്ട്, നീ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അനി പറയുന്നുണ്ട്, അല്ലേലും എന്നെ കള്ളുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നീ ഓരോന്നൊക്കെ ചെയ്തു വെക്കുന്നത്. അപ്പോൾ നന്ദു പറയും, എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയത്തില്ലേ? എന്നെ നീ ആവശ്യമില്ലാത്ത ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് വിഷമിപ്പിക്കല്ലേ എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ വെള്ളം അടിച്ചിട്ടില്ലെന്നൊക്കെ എനിക്ക് മനസ്സിലായി, നീ വീട്ടിൽ പോ എന്ന് പറയും. അത് ശരിയാ, എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ വളരെ വിഷമമായി കാണും, അതുകൊണ്ടാണല്ലോ പോലീസ് ഓഫീസറായ നീ എന്നെ അന്വേഷിച്ച് വന്നത്. എന്തായാലും ഇതുപോലുള്ള ഒളിച്ചോട്ടങ്ങൾ ഇനിയും ഉണ്ടാവും. എൻ്റെ കൂടെ ജീവിക്കുന്നത് ഒരു വിഷപ്പാമ്പാണ്. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ആകെ നിന്നെ മാത്രമേ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ളൂ. ആ നീ തന്നെ എന്നെ ഇന്ന് തല്ലിയില്ലേ എന്നൊക്കെ അനി ചോദിക്കും. അപ്പം നന്ദു പറയുന്നുണ്ട്, അതിന് ഞാൻ നിന്നെ തല്ലിയൊന്നുമില്ലല്ലോ, ഭിത്തിയെ ചേർത്ത് നിർത്തിയെന്നല്ലേ ഉള്ളൂ. അപ്പം അനി സങ്കടത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ തല്ലാഞ്ഞത്? തല്ലത്തില്ലായിരുന്നോ? ആ മുട്ടുകാലുകൂടി എൻ്റെ അടിവേറ്റി കയറ്റത്തില്ലായിരുന്നോ എന്നൊക്കെ അനി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്.
അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ഓർത്തതാ, പക്ഷേ നീ ആയതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി അങ്ങനൊന്നും വിചാരിക്കരുത്. അങ്ങനെ ചവിട്ടാനോ അടിക്കാനോ തോന്നിയാൽ അങ്ങ് ചെയ്തേക്കണം. എന്തായാലും ഞാൻ ഇനിയും ഇതേപോലെയുള്ള ഒളിച്ചോട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഇത്രയും നാളും ഞാൻ ജീവിക്കുന്ന ഒരു വിഷപ്പാമ്പിൻ്റെ കൂടെ എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റണം. അത് നടന്നില്ലെങ്കിൽ ഇതേപോലെ ഇനിയും ഒളിച്ചോട്ടങ്ങളുണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിനും ആകപ്പാടെ വിഷമമാവുന്നുണ്ട്. അപ്പം എന്നിട്ട് അനി പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ നിന്നെ സ്നേഹിച്ചിട്ടും നിനക്ക് എന്നോടൊരു ശകലം പോലും സ്നേഹം തോന്നിയിട്ടില്ലേ എന്നൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ നന്ദു വിഷമത്തോടുകൂടി പറയുന്നുണ്ട്, എനിക്കങ്ങനെ നിന്നെ മറക്കാൻ പറ്റുമോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ നിന്നെ മറന്ന് വേറൊരു ജീവിതം ഉണ്ടാവുമോ? പക്ഷേ എനിക്കതൊക്കെ പുറത്ത് കാണിക്കുന്നതിന് പല പരിമിതികളുമുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ നീറുവാണ്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രഷർ കാരണമാണ് നന്ദു തന്നോട് ഇഷ്ടം അടുപ്പമൊന്നും കാണിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ അവന് സമാധാനമായി. അല്ലാതെ അവൾക്കുള്ളിൽ അവനോട് സ്നേഹമാണെന്ന് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വേണു വീഡിയോയിൽ പകർത്തുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ നന്ദുവും തിരിച്ച് അനിയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നന്ദു അനിയെ തള്ളി മാറ്റിയിട്ട്, എന്താ അനി കാണിക്കുന്നത്? ഇതൊരു അമ്പലമുറ്റമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയും, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അത് തിരിച്ച് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എവിടെ വെച്ചാണേലും അമ്പലമുറ്റമല്ല മറ്റെവിടെയാണെങ്കിലും ഞാനത് തിരിച്ച് പ്രകടിപ്പിക്കണ്ടേ എന്നിങ്ങനെ അനി പറയും. ഉണ്ട് നന്ദു അനിയോട് പറയുന്നുണ്ട്, നീ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിൻ്റെ ഈ പോക്ക് കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇതിപ്പോൾ ഒരു സാമ്പിൾ ഒളിച്ചോട്ടം മാത്രമാണ്. ഇനിയും ഇതേപോലെ നിന്നിൽ നിന്ന് എനിക്ക് അകൽച്ച അനുഭവപ്പെട്ട ഞാൻ ഇനിയും ഒളിച്ചുകൂടും. അത് ഇനി ചിലപ്പോൾ തിരിച്ചു വരാത്ത ഒരു ഒളിച്ചോട്ടമായിരിക്കും. എന്നാലും മരിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണുമായിട്ട് പിന്നീട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത്. ഇതെല്ലാം കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം വരികയാണ് നന്ദുവിന്. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വേണു ദൂരെ നിന്ന്. വേണു മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ രണ്ടുകൂടെ സ്നേഹിച്ചാൽ എങ്ങനെയാണ് അവൻ എൻ്റെ മോളോട് സ്നേഹം തോന്നുക, വൃത്തികെട്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്.